പെട്ടെന്ന് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തു വിധേനയും അവർ ചെയ്തു തരുന്ന ജോലി കാര്യങ്ങളിലൊക്കെ ഒരു കൂടുതലായിട്ട് അതിന് ഉള്ളൊരു പരിശ്രമം നടത്തി കിരീടം വെക്കാത്ത രാജാക്കന്മാർ ആയി മാറുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ സമാധാനപരമായി എന്ത് കാര്യം അവർ പറഞ്ഞു തരും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് സമാധാനമായി അവർ കേട്ട് നിൽക്കും. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിഷുഫലമാണ്. വിഷുഫലത്തിൽ ചതയം നക്ഷത്രം. നമ്മൾ ഈ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കിരീടം വെക്കാത്ത രാജാക്കന്മാരാകും ഈ വർഷം അവർ, അല്ലെങ്കിൽ കിരീടം വെക്കാത്ത രാജകുമാരിമാരാകും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചതയം നക്ഷത്രത്തിൻ്റെ വിഷുഫലമായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തിൽ അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് ചതയം നക്ഷത്രക്കാർ. പെട്ടെന്ന് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തു വിധേനയും അവർ ചെയ്തു തരുന്ന ആൾക്കാരാണ്. എന്ത് കാര്യവും ഒരു പരിധിവരെ നമുക്ക് അവരോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ അവർ കണ്ടുപിടിച്ച് തരും. ഈ ലോക പരിചയമുള്ള ആൾക്കാരാന്ന് പറയൂലേ, അതേപോലെയുള്ള ആൾക്കാരാണ് ചതയം നക്ഷത്രക്കാർ. അവരേതൊരു സഭയിൽ ചെന്നാലും അവർ വലിയ കുറച്ച് ആഢ്യത്വമൊക്കെ ഉള്ള ആൾക്കാരാണെന്നൊക്കെ ഒരു പ്രസ്താവിക്കാനൊക്കെ അവർ ശ്രമിക്കും. എന്തൊരു കാര്യം, അതായത് ഇപ്പോൾ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണേലും അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇത്തിരി സെറ്റപ്പാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരാൾക്കാരാണ്. ചിലപ്പോൾ ചുവട് ഒന്നും കാണൂല, എന്നാലും അവർ അവരുടെ ഒരു ആഢ്യത്വം, ഒരു കേമത്വം എന്നൊക്കെ പറയൂലേ, ആ കേമന്മാരായിട്ട് തന്നെ നിൽക്കുന്ന ഒരാൾക്കാരാണ് ചതയം നക്ഷത്രം. അവർ ഒട്ടും പുറകോട്ടില്ല, ഇപ്പോഴും മുന്നോട്ട് തന്നെയാണ്. അതുപോലെ എന്തെങ്കിലും അവരെ ജോലികളൊക്കെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല അവരുടെ ജോലി വളരെ ചിട്ടയോടുകൂടി കൃത്യമായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ചതയം നക്ഷത്രക്കാർ. അതുപോലെ വശീകരണ സ്വഭാവമുള്ള കണ്ണുകളും നല്ല നീട്ടമുള്ള, അതായത് നല്ല നീണ്ടു നിവർന്ന മൂക്കുകളും ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ചതയം നക്ഷത്രക്കാരായിട്ടുള്ളത്. അതവരെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളൊരു ഗുണസ്വഭാവം, അതായത് അവരെ കാഴ്ചയെ തന്നെ കാണാൻ ഇത്തിരി ഐശ്വര്യം കാര്യങ്ങൾ ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ദേഷ്യം കാര്യങ്ങളൊക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ, അതായത് മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്ന് കുറച്ച് ദേഷ്യം പെട്ടെന്ന് വരുന്നൊരു നക്ഷത്രക്കാർ കൂടിയാണ് ചതയം നക്ഷത്രക്കാർ. എന്നാൽ ഇവർ ഏറ്റെടുക്കുന്ന ജോലിയും അതുപോലെ നമ്മളെ സഹായിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള കൂടുതലായിരിക്കും. അതായത് സമാധാനപരമായി എന്ത് കാര്യം അവർ പറഞ്ഞു തരും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് സമാധാനമായി അവർ കേട്ട് നിൽക്കും. ചിലർക്കത് നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാനുള്ളൊരു കാര്യങ്ങളുണ്ടാവില്ല. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞവർക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷെ ഇതവർ കേട്ട് അതിനൊരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരാനുള്ള കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. പിന്നെ എല്ലാവരിലും ഉണ്ട്, ചിലർക്ക് കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അത് പുതിയ ഒരു യുഗത്തിൻ്റെ കാര്യമാണ്. സമയമില്ല, ആൾക്കാർക്ക് സമയമില്ല, എങ്കിലും പൊതുവേ ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇനി ചതയം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തിലേക്ക് നമുക്ക് പോവാം. ഇനി ഈ ചതയം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ വർഷം പൊതുവെ അവർക്ക് ഗുണമായിട്ടുള്ളൊരു സമയം കൂടിയാണ്.
അതായത് കിരീടം വെക്കാത്ത രാജാക്കന്മാരായി മാറുക, അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ ഒരു കാര്യപ്രാപ്തി നേടി കർമ്മഫലത്തിലൊക്കെ അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അതിന് ഉള്ളൊരു പരിശ്രമം നടത്തി കിരീടം വെക്കാത്ത രാജാക്കന്മാർ ആയി മാറുക, അല്ലെങ്കിൽ രാജ്ഞിമാരായി മാറുക എന്ന് പറയൂലേ, അതാണ് അവർക്ക് ഈ വർഷം. സഹോദരൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ ഇപ്പം കുറച്ച് നാളായിട്ടുള്ള ശത്രുക്കൾ, അങ്ങനെ ശത്രുതാ മനോഭാവത്തോടു കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് വീണ്ടും മിത്രങ്ങളായി വരുന്ന ഒരു സാഹചര്യം കാര്യങ്ങളുണ്ട്. പ്രധാനമായും മഹാദേവനെ ഇവർ പൂജിക്കുക, അല്ലെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജലധാര അർപ്പിക്കുക, മഹാദേവനെ പോയി ഒന്ന് നന്നായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ജലധാര ശനിയാഴ്ചകളിൽ അർപ്പിക്കുന്നത് ഇവർക്ക് കർമ്മരംഗത്താണേലും ജോലി സ്ഥലത്താണേലും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം എന്താണോ അവർ ബിസിനസ് സംബന്ധമായിട്ടാണേലും അവർ തുടക്കം കുറിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ശുഭമായിരിക്കും. അതായത് നല്ല രീതിയിൽ തന്നെ ഭഗവാൻ അവരെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടെത്തിക്കും. അഗ്നിബാധ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അങ്ങനെ പൊള്ളൽ കാര്യങ്ങളൊക്കെ ഏൽക്കാനുള്ള സാധ്യത കാര്യങ്ങൾ കാണുന്നു. വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. കുറച്ചൊക്കെ നിരാശാബോധം, ചില സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. ചിലപ്പോൾ ഇവർ പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി, ജോലിയൊന്നും ആയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ജോലിയായി, അവർ പുറത്തൊക്കെ പോയി, അങ്ങനെ ഒരു നിരാശാബോധം ചിലപ്പോൾ ഇവർക്ക് വരാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി എന്താണോ അവർ ചിന്തിക്കുന്നത്, അതായത് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അവർക്കൊരു ഐഡിയ കാര്യങ്ങളൊക്കെ കൂടുതലും ആൾക്കാർക്കുണ്ട്. അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ അടിയുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശോഭനാവും ഭാവി. കാരണം ഈ വർഷം കുറച്ച് അനുകൂലം കാര്യങ്ങളൊക്കെയാണ്. വിഷുഫലത്തിലും ബാക്കിയുള്ള ഈ വർഷമൊക്കെ ഇവരുടെ ഒരു കാര്യത്തിലൂടെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമായിരിക്കും. വ്യാപാര മേഖലയിൽ നിന്നും വലിയൊരു മാറ്റം തന്നെ, അതായത് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു അപ്രതീക്ഷിതമായ ലാഭം തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിക്കുന്നൊരു സമയമാണ്. എങ്കിൽ പോലും നമ്മൾ സ്വയം ഒരു കോൺഫിഡൻ്റ് ആയിരിക്കുക എന്ന് പറയൂലേ, അതിൽ നമ്മൾ കൂടുതൽ നേരം കോൺഫിഡൻറ്റ്, അതായത് ഈ ചിലപ്പോൾ ഒരു സിനിമയിൽ പറഞ്ഞ കഥയാണ് പറയണത്. അതായത് നിവിൻ പോളി പറയുന്നുണ്ട്, കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല എന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഓർത്ത് നമുക്കത് ശരിയായില്ലല്ലോ, ഇതുവരെ നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചില രക്ഷപ്പെടാനുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐഡിയ. ആ ഒരു ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം നല്ല രീതിയിൽ തന്നെ ശോഭിക്കും. ആവശ്യത്തിൽ കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതുപോലെ സഹപ്രവർത്തകരുടെ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, നമ്മൾ ബിസിനസ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അവരുടെയൊക്കെ ഒരു സേവനങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും. ജീവിതത്തിൽ പൊതുവെ ഒരു സംതൃപ്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കളോട് ചില സമയത്തൊക്കെ നമുക്ക്, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം കൊടുക്കാമെന്ന് പറയുക, അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ ഒരു ബൈക്ക് ഇന്ന ദിവസം നമുക്ക് കൊടുക്കാം കേട്ടോ, വന്നാൽ മതി, വണ്ടി ഫ്രീ ആണ്, എടുത്തുകൊണ്ട് പൊക്കോ, ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ല, പൈസ കടം കൊടുക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ളത് 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരോട് പറയാവുള്ളൂ. അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു വഴക്കടിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്, കുഴപ്പമൊന്നുമില്ല. ശനിയുടെ അപഹാരം കാര്യങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. ഈ പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിഷുഫലത്തിൽ പൊതുവെ നിങ്ങൾക്ക് ചതയം നക്ഷത്രത്തിന്, അതായത് വിഷുഫലത്തിൽ ചതയം നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇത്രയേ ഉള്ളൂ ചതയം നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ,
ഇപ്പോഴത്തെ സമയം വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് ബിസിനസ് ആവശ്യങ്ങളുള്ള കാര്യങ്ങളോ ബിസിനസ്സിന് തുടക്കം കുറിക്കുന്ന ഒരു ആവശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലർ ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചതയ നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.